എന്താ നിന്റെ പ്ലാൻ? ഒന്നാമത് നമ്മൾ ചെറിയ പൈസയൊക്കെ ചെയ്യുന്നത്, ഇനി ഭാവിയിലേക്കുള്ള വരുമാനം കൂടെ കട്ട് ചെയ്യാനാണോ നിന്റെ പ്ലാൻ? എന്താന്ന് വെച്ചാൽ ചെയ്യ്. എടി നിക്ക് നീ ജഡ്ജ് ചെയ്യാൻ വരട്ടെ. ആദ്യം ഞാൻ പറയുന്ന പോലെ നീ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കുക. അതായത് നമ്മൾ എവിടെ നിന്ന് വരാം, നമ്മൾ പാടത്തും പറമ്പത്തും ഒക്കെ നടു ഓടിച്ച് കൂലിപ്പണി എടുത്തിട്ടാണ് നമ്മൾ ഗ്രീൻ ഹൗസ് എന്ന പേജ് ഡെവലപ്പ് ചെയ്തത്. എടി ഇപ്പോൾ റീച്ചിന്റെ കാര്യത്തിലായാലും നമ്മളെക്കാളും വ്യൂസ് ഒന്നും കൊടുക്കാൻ പറ്റാത്ത ഇൻഫ്ലുവൻസേഴ്സ് ഒരു സൈഡിൽ നിന്ന് നമ്മളെക്കാൾ ഇരട്ടിയോ ലക്ഷങ്ങളോ ആണ് പൈസ വാങ്ങിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. എൻ്റെ കൺസെപ്റ്റിൽ ഞാൻ ആദ്യം തൊട്ട് ശ്രദ്ധിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മനസാക്ഷിയെ വഞ്ചിക്കാണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. അതിപ്പം ഡീപ് ക്ലീനിങ് വർക്കായാലും പ്രൊമോഷൻ്റെ കാര്യത്തിലായാലും 100% ഓർഗാനിക് ആയിട്ട് ജെന്യൂൻ ആയിട്ട് വർക്ക് ചെയ്ത് പോകുമ്പോഴാണ് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. നീ പറഞ്ഞൊക്കെ എനിക്ക് മനസ്സിലായടാ. നീ 100% കോൺഫിഡന്റ് ആണെങ്കിൽ നിന്റെ കൂടെ ഞാനുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള വർക്ക് പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്രീൻ ഹൗസിലൂടെ 100% ജെന്യൂൻ ആയിട്ടുള്ള പ്രൊമോഷൻസ് ചെയ്ത് കൊടുത്തുകൊണ്ട് ഒരു ബ്രാൻഡിനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നത് മാത്രമല്ല, അവരുടെ ബ്രാൻഡ് ബിൽഡിങ്ങിന് വേണ്ടി തന്നെ നമുക്ക് അവരുടെ സ്റ്റാഫിനെ സ്കിൽഡ് ആയിട്ട് ട്രെയിൻ ചെയ്യാവുന്നതാണ്. അതായത് നമ്മൾ ഗ്രീൻ ഹൗസിൽ എങ്ങനെയാണ് നമ്മുടെ വർക്കിനെയും പ്രോട്ടോകോൾസിനെയൊക്കെ പ്രോപ്പർലി ഡോക്യുമെൻറ്റ് ചെയ്തിട്ട് കറക്റ്റായിട്ട് ഗ്രീൻ ഹൗസ് ആക്കി മാറ്റിയത്, ആ കാര്യങ്ങളൊക്കെ നമുക്ക് അവരുടെ സ്റ്റാഫിനെയും പ്രോപ്പറായിട്ടൊരു ട്രെയിനിങ് കൊടുക്കാനും അവരെ ഈ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ട് നല്ല രീതിയിൽ കോൺഫിഡൻ്റ് ആക്കാനും പറ്റും. പിന്നെ പലരും വിചാരിക്കുന്ന പോലെ തന്നെ സോഷ്യൽ മീഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും കുടുംബസ്വത്താണെന്നോ ഇതൊരു പൊട്ടക്കണനാണെന്നോ ഒന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ആക്ച്വലി ഇതിൻ്റെ പൊട്ടൻഷ്യലും പോസിബിലിറ്റീസും ഒക്കെ അൺലിമിറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ എക്സ്ട്രാ ഹെൽപ്പുകൾ അല്ലെങ്കിൽ എക്സ്ട്രാ സർവീസ് എല്ലാം നമ്മൾ ഓഫർ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ വരുമാന മാർഗ്ഗം ആയിക്കോട്ടെ, നമ്മുടെ സ്കിൽസിൻ്റെ സെറ്റ് ആയിക്കോട്ടെ, എല്ലാം ഇമ്പ്രൂവ് ആവത്തേ ഉള്ളൂ. നമ്മൾ ഒരു കാരണവശാലും ഇവിടെ ഇരുന്ന് പോകാൻ പോകുന്നില്ല.